ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഡബിൾ ചെയിൻ ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ തന്ന സ്റ്റിച്ചുകളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ കുറച്ച് പേരൊക്കെ എനിക്ക് ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. കാരണം നിങ്ങൾ ഫ്രീ ആയിട്ടാണ് ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നത്. അപ്പോൾ അത് മാക്സിമം യൂസ് ചെയ്യുക. അതുപോലെ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതോടെ ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ആദ്യം ഒന്ന് ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണ് ലോക്ക് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. ഇനി ഫസ്റ്റ് ചെയിൻ ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ ചെയിൻ സ്റ്റിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, അതുപോലെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുമ്പം സിൽക്ക് ത്രെഡിലും അതുപോലെ തന്നെ സരി ത്രെഡിലും പ്രാക്ടീസ് ചെയ്യണേ. സിൽക്ക് ത്രെഡിൽ നമ്മൾ ഡബിൾ ലെയർ ഇട്ടിട്ടാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് കേട്ടോ. പ്രാക്ടീസ് മീൻസ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് ഡബിൾ ലെയറിലാണ്. അപ്പോൾ ഡബിൾ ലെയറിലിട്ടിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെയിൻ സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതും അല്ല നല്ല വലുതും അല്ലാതെ ഒരു മീഡിയം സൈസിലാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ലാസ്റ്റ് ഈ ഒരു ലൈൻ വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏത് വശത്തേക്കാണോ തിരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്, അതായത് ഞാനിപ്പോൾ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ താഴേക്ക് ഈ വശത്തേക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. അതല്ല ഇതിൻ്റെ മീതത്തെ ലൈനിലേക്കാണ് മീതെ കൂടെയാണ് നമ്മൾ തിരിച്ച് ഡബിൾ സ്റ്റിച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു വശത്ത് എന്ത് ചെയ്യുക, ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഏത് വശത്താണോ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അവിടെ ലോക്ക് സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ താഴേക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അവിടെ ചെറിയൊരു ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്തെടുത്തുനിന്ന് തന്നെ വീണ്ടും അതേ ലെവലിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിലോ ഈ ലാസ്റ്റിൽ എൻഡ് നോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തില്ലേ അവിടുന്ന് അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഡബിൾ ലെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫസ്റ്റ് ചെയ്ത ചെയിൻ സ്റ്റിച്ച് ഇല്ലേ ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ സെയിം അളവിൽ തന്നെയായിരിക്കണം അടുത്ത ചെയിൻ സ്റ്റിച്ചും കൊടുക്കേണ്ടത്. കണ്ടില്ലേ, ഇതേപോലെ ഒരേ അളവിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അല്ലാതെ വലുതും ചെറുതുമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കരുത്. നമ്മൾ ഫസ്റ്റത്തെ സ്റ്റിച്ചിൻ്റെ സെയിം അളവിൽ തന്നെ രണ്ടാമത്തെ ലെയറിലും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഡബിൾ ലെയർ ഇട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബ്രോഡായിട്ട് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ഉണ്ടാവും. അപ്പം 2 ലെയറോ അല്ലെങ്കിൽ 3 ലെയർ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. ഈ ലാസ്റ്റ് എൻഡ് നോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യണേ.